നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഡിഷ് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമ്പോഴാണ് നാട്ടിലത്തെ പല വിഭവങ്ങളും നമ്മൾ മിസ്സാക്കുക. അപ്പോൾ ഒരു ബോട്ടി ഫ്രൈ ആണ് ഞാനെന്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, ഞങ്ങൾ ബോട്ടി എന്ന് പറയുക, ചിലയിടത്ത് പോട്ടി എന്ന് പറയും. അപ്പോൾ അതാണ് ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് അങ്ങനെയാണ് ഈ ഷാപ്പുകളിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള അത് നോക്കാം. നമുക്ക് ഈ ബോട്ടി ഫ്രൈക്കായിട്ട് ഞാൻ 1 കിലോ ബോട്ടി നന്നാക്കി ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെയൊന്നുമല്ല, നമുക്ക് ഇവിടെ കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ബോട്ടിയാണ് കിട്ടുന്നത്. പലർക്കും ഒരു സംശയമുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുക എന്നുള്ളൊരു ഇത്. അപ്പോൾ ഞാനത് വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനങ്ങൾ കിട്ടും. ഈ ബോട്ടി നമുക്ക് കിട്ടുന്നത് ഈ പല ഏഷ്യൻ ഷോപ്പുകളിലും UK കിട്ടും. അത് ഓക്സിൻ്റെ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കണം, എന്നാലാണ് അത് കിട്ടുള്ളൂ. കാരണം ഇവിടുത്തെ ആൾക്കാരോട് ബോട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇനി ബോട്ടി വേവിക്കാനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്, 1 ടേബിൾ സ്പൂണ് വിനെഗർ ഒഴിക്കുന്നുണ്ട്, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഈ 1 കഷ്ണം കറുവപ്പട്ട 2-3 കഷ്ണമാക്കി ഇടുക. അതുപോലെ തന്നെ സ്റ്റാർ ഇതും ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഉണ്ടാകുന്ന സാധാരണ ബോട്ടിക്ക് ഒരു പൊട്ട സ്മെല്ലുണ്ട്, അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇടുന്നത്. ഇനി ഇത് കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം. ബോട്ടിക്ക് എത്ര വിസിൽ അടിക്കണം എന്നുള്ളതല്ല, നന്നായി വേവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ നോർമലായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വിസിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലെയിം കുറച്ച് വെക്കും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബോട്ടി ആവാറുണ്ട്. ബോട്ടിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളകും 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകവും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. ഈ ബോട്ടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 5 പച്ചമുളകും 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കുന്നുണ്ട്. ആ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ച കുരുമുളകിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും പൊടി ഇടാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. പച്ചമണം പോകുന്ന വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം. ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്കൊരു തണ്ട് കറിവേപ്പില അതിനകത്തിടാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി വെള്ളമില്ലാതെ കൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇനി ഒരു അല്പം വെള്ളം ഉണ്ടെങ്കിൽ അത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ വെള്ളമില്ലാണ്ടാണ് ഇടുന്നത്. നമുക്ക് ആ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇതിലുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ വെള്ളം നല്ലതുപോലെ വറ്റി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം മാക്സിമം വറ്റിച്ചെടുക്കുക. ഞാനതൊരു 10 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിട്ടുകാച്ച് സാധനമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യുക. ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ബോട്ടി ഫ്രൈ. നല്ല കിടു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.